അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ ഈ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളാരും സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തെറിവറിയാൻ വരരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ കേൾക്കണം. എനിക്കിത് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലത്തെ നേതാക്കന്മാരോട്, ലീഗിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഇന്നത്തെ കേരളത്തിലെ ലീഗിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു പഴയ ലീഗുകാരനായതുകൊണ്ടാണ് പറയുന്നത്. 1948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പിറവി കൊണ്ടു, ജന്മം കൊണ്ടു. അത് എല്ലാ നേതാക്കന്മാർക്കും ചിലപ്പോൾ ഇവിടെ അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആ ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ലീഗിൻ്റെ അന്നത്തെ നേതാക്കന്മാർ എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടി ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് നെഹ്റു കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ അന്ന് നെഹ്റു നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു ലീഗ് എന്നുള്ളൊരു വേറെ പാർട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ചോദിച്ചോളി, നമ്മൾ തരും. എല്ലാ കാര്യങ്ങളും നിങ്ങളത് പൂർത്തീകരിച്ച് തരാൻ കോൺഗ്രസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക ഒരു ലീഗ് എന്നിട്ടൊരു വേറെ പാർട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ദീർഘദൃഷ്ടിയിൽ നമ്മളെ അന്നത്തെ നേതാക്കന്മാർ കൊടുത്ത മറുപടി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യ രാജ്യം ഇന്ന് നടക്കുകയുള്ളൂ മുന്നോട്ട്. അപ്പോൾ നമ്മളെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ ചർച്ച ചെയ്യാനും ഞങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങളെ പ്രതിനിധികളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി വേണം. നിങ്ങളിത് തരട്ടോ തരാതെ ഇരിക്കട്ടോ, അതല്ല ഇവിടെ ചർച്ചാ വിഷയമാണ്. അങ്ങനെ അവസാനം ലീഗ് അതിന് വഴങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മളെ ബഹുമാനപ്പെട്ട നെഹ്റു അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ ചത്ത കുതിരയെന്ന്. ലീഗിനെ പറ്റി ആരോ ചോദിച്ചപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയ സന്ദർഭത്തിൽ പാർട്ടി ഉണ്ടാക്കിയതിനെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ അന്ന് നെഹ്റു കൊടുത്ത മറുപടി ചത്ത കുതിരയെന്ന്. അന്ന് അന്നത്തെ ലീഗിൻ്റെ നേതാക്കന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് അറിയോ? അത് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമെന്ന്. യാഥാർത്ഥ്യത്തിൽ ആ ഉറങ്ങിക്കിടക്കുന്ന സിംഹമെന്ന് നമ്മുടെ കേരളത്തിലെ മുൻകാലങ്ങളുണ്ടായ നേതാക്കന്മാർ തെളിയിക്കുകയും ചെയ്തിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ്, അതായത് കേരളത്തിൽ ഒരു മന്ത്രിക്കും വഹിക്കാൻ പറ്റാത്ത എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ച ആളാണ്, എല്ലാ മന്ത്രിസ്ഥാനം വഹിച്ച ആളാണ് നമ്മൾ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ്. ചത്ത കുതിരയല്ല, അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമെന്ന് തെളിയിച്ചു കൊടുത്ത് CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തരമന്ത്രിയായി, മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി, അങ്ങനെ എല്ലാ മന്ത്രിസ്ഥാനങ്ങളും വഹിച്ച ഒരു നേതാവ് ഈ കേരളത്തിലെ ഒരു സ്റ്റേറ്റിനും എല്ലാ മന്ത്രിസ്ഥാനങ്ങളും വഹിച്ച ഒരു നേതാവിനെ കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും തെളിയിച്ചു കൊടുത്തിട്ട് അത്ര പ്രസക്തി നമുക്കുണ്ടായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിലുള്ള നേതാക്കന്മാരൊക്കെ മരിച്ചിട്ട് പോയതിന് ശേഷം ഇന്ന് നിലവിലുള്ള നേതാക്കന്മാരെന്നൊക്കെ നമ്മുടെ ഈ പാർട്ടിയുടെ ആശയങ്ങളൊക്കെ അങ്ങ് വിലയില്ലാതെ കണ്ട് അങ്ങ് വെറും നിസാരപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മുടെ നേതാക്കന്മാർ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും മറിഞ്ഞും നിന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം എന്തായി, അന്ന് നെഹ്റു പറഞ്ഞ ചത്ത കുതിര എന്ന് പറഞ്ഞിടത്തേക്ക് എത്തി. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ, ഒരു മനുഷ്യന് എൻ്റെ ലീഗിൻ്റെ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത്, അതായത് ഒരു മനുഷ്യൻ യാചിക്കുന്നൊരു യാചകനുണ്ടല്ലോ, അവന് കുറച്ച് മര്യാദയൊക്കെ ഉണ്ട്, മാനമര്യാദ എന്നൊക്കെ പറയുന്നില്ലേ. ഒരു യാചിക്കുന്ന ഒരുത്തിനും കൂടെ 1, 2, 3 പ്രാവശ്യം യാചിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഓൻ മിണ്ടാടെ അങ്ങോട്ട് പോകും, പിന്നെ അവനോട് യാചിക്കാൻ നിൽക്കില്ല. ഇന്ന് നമ്മൾ ലീഗിൻ്റെ സ്ഥിതിയാണ് നമ്മൾ കാണുമ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം ഒരു 3 മാസം മുമ്പേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ്, പിന്നെ വയനാട് നമ്മളെ രാഹുൽ ഗാന്ധിനെ മത്സരിപ്പിക്കുന്നെങ്കിലും ഒന്ന് ആലോചിക്കണമെന്ന് രാഷ്ട്രീയപരമായിട്ട് അന്ന് തന്നെ മൂപ്പർ തുടക്കം കുറിച്ചിരുന്നു. അതിനുശേഷം 3ാമത്തെ സീറ്റിന് വേണ്ടിയിട്ട് ഈ ലീഗിൻ്റെ നേതാക്കന്മാർ ഒരുപാട് ആളുകളോട് സംസാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരുപാട് അതിനെപ്പറ്റി തിരിച്ചും മറ്റും സംസാരിച്ചുകൊണ്ടും ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പോൾ കരുണാകരൻ്റെ മോന് മുരളി 6 സീറ്റിന് അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് 6 സീറ്റൊന്നും വേണ്ട. പക്ഷേ ഈ ലീഗിന് ഒരു 15 കൊല്ലത്തോളമായിട്ട് പറയുന്നത് 3 സീറ്റ് പോകണമെന്ന് പറയുന്ന ഒരു 15 കൊല്ലത്തിൽ യാസ് ചെയ്ത് കളിക്കുന്നിങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ലീഗിന് കൊടുത്ത സീറ്റ് പോലും 3ാം സീറ്റ് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് തന്നെ കോൺഗ്രസ് കൊടുത്തു, വേണ്ട നിങ്ങൾ ആളെന്നെ അനുസരിച്ചോട്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലൂടിയിട്ട് നല്ല സൗഹാർദ്ദത്തോടുകൂടി പോകണം. കാരണം ലീഗിൽ കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയും ഒരുമിച്ച് നിൽക്കാനും വേണ്ടിയുള്ള ആശയം മുറുക്കെ പിടിക്കുന്നതുകൊണ്ട് മുൻകാലങ്ങളിലെ നേതാക്കന്മാർ കാണിച്ച മാതൃക തുടർന്നു പോകണം എന്നുള്ള അന്തസ്സ് കാണിക്കാൻ വേണ്ടി അവരൊക്കെ അങ്ങനെ സഹകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് കേരളഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഇടയിൽ ലീഗിന് എന്ത് വിലയും നിലയുണ്ട്? ഈ അണികളൊക്കെ
ഇങ്ങനെ കൈകാട്ടി യാചിച്ചിട്ട് ധർമ്മം, അതായത് ഇതിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ പിരിവ് അല്ലെങ്കിൽ ഇങ്ങനെ യാചിക്കുന്ന എനിക്ക് വിശക്കുന്ന വരുമ്പോൾ കൈകാട്ടിയിട്ട് വ്യവസായം നാണം കെട്ടിയിട്ട് പോകുന്നില്ലേ, അതിനേക്കാൾ കടയാണ് ഇന്ന് ലീഗിൻ്റെ നേതാക്കന്മാരെ കോൺഗ്രസ്സുകാരാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ ഈ മുന്നേ പറഞ്ഞ കണ്ടില്ലേ, എന്തിനു വേണ്ടിയാണ് 1948 ഈ കോൺഗ്രസിനും കൂടി വില വെക്കാതെ കണ്ട് അന്നൊരു ലീഗിൻ്റെ പാർട്ടി, ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി അന്നത്തെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ ആക്കിയിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ എവിടെയാണ് ഈ ലീഗിനെ എത്തിച്ചിട്ടുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ 2023 മദ്രാസിൽ നമ്മൾ 75ാം വാർഷികം നടത്തിയത് ലീഗിൻ്റെ. 75 കൊല്ലമായി ലീഗ് ഉണ്ടായിട്ട്. എന്നിട്ട് ഈ ലീഗ് ഇന്ത്യയിൽ ഈ കേരളത്തിലല്ലാതെ കണ്ട് വേറെ എവിടെ ഉണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ കാട്ടിയിട്ട് ഇരന്നിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഇന്ന് സംബന്ധിച്ച് എല്ലാ ബുദ്ധിയും അറിയാം, ലീഗില്ലാതെ കണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള ആ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഒരു ലീഗിൻ്റെ ഇത്രയും ഒരു പാർട്ടിക്ക് ഇത്രയും ഒരു ശക്തിയുള്ള ഒരു കക്ഷിയായ ഒരു കോൺഗ്രസിനൊക്കെയുള്ള ഒരു പാർട്ടിക്ക് ഒരു സീറ്റിന് യാചിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞതിന് ഒരു പുല്ല് വിലയാക്കിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. കാരണം സുധാകരനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മളെ പാർട്ടി വിട്ടിട്ട് പോകുന്ന പോയിക്കൊണ്ട് നമുക്കൊന്നില്ല ഓർക്കരുത് നഷ്ടപ്പെടും. അതായത് സുധാകരനെ കണക്കത്തെ ആളുകൾക്ക് പണ്ട് നെഹ്റു എന്ത് പറഞ്ഞു അതുപോലെ ചത്ത കുതിരയാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ് ഈ സുധാകരനെ പോലത്തെ ആളുകളൊക്കെ. അതുകൊണ്ടാണ് ഈ ലീഗിൻ്റെ ഇത് കിട്ടാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ നേതാക്കന്മാർ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. SDP എന്നൊരു സാധനം രണ്ടാമതും കൂടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ SDP പോലത്തെ പാർട്ടിക്കൊക്കെ ശക്തി ഉണ്ടാകാനുള്ള കാരണം? ഇതുപോലെ തന്നെയാണ് ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ട് ലീഗിനെ പറ്റി ലീഗിൻ്റെ പ്രവർത്തനം നേരെയില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവരോട് ചുടിച്ചുകൊണ്ട് വൈരാഗ്യം കൊണ്ട് മറ്റേ പാർട്ടിക്ക് കയറി പോകുന്നത്. SDP മീറ്റിങ്ങൊക്കെ വെച്ചതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എങ്ങനെയെന്നും ഞാൻ എന്താണ് അതിന് ആളുകൾക്കൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾക്ക് പല രൂപത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നുള്ളത്. കാരണം എന്തിനു വേണ്ടി ലീഗിൻ്റെ അണികളെ, ഈ ലീഗിൻ്റെ അണികൾ നിങ്ങൾ ലീഗിൻ്റെ അണികളാണ് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ നേതാക്കന്മാരാക്കുന്നവരാണ് ഈ അണികളാണ്. ആ അണികൾ വെറും അവരെ കീറശെട്ടിയാക്കിയിട്ട് മാറ്റരുത്. ഈ കോൺഗ്രസ്സുകാരെ കാലിൻ്റെ അടിയിൽ തടകിയിട്ട് പോകേണ്ട എന്താ ആവശ്യമുള്ളത്? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിട്ടൽ എന്താണ് ഇപ്പോൾ നമുക്ക് നഷ്ടം? ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ലീഗ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലത്തെ 28 സ്റ്റേറ്റിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. വിടണം, അല്ലെങ്കിൽ അതിന് ശക്തമായിട്ട് നിങ്ങൾ ഒരു നടപടിയും എടുക്കാൻ സാധിക്കണം. ഇത് മറ്റുള്ള പാർട്ടികളുടെ മുന്നിൽ ലീഗിൻ്റെ അണികൾ വെറും ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും എനിക്ക് പറയാനുള്ളത്, എൻ്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, മുൻകാലങ്ങളിലുള്ള നേതാക്കന്മാർ എന്തിനു വേണ്ടി ലീഗിന് അടിത്തറയിട്ടിനോ അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവരെ വിടുക. അതുപോലെ തന്നെ എനിക്ക് ലീഗിൻ്റെ അണികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ലീഗിനുണ്ടാക്കിയത് ഇവരെങ്ങനെ അടിമയായിട്ട് ജീവിക്കാനെന്നല്ല. അല്ലെങ്കിലും കോൺഗ്രസ് ഉണ്ടായാലും എൻ്റെ BJPയുടെ കണക്ക് തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ BJP ഭരിക്കുന്ന സന്ദർഭത്തിൽ ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നുള്ളത്? ഒരു ചുക്ക് മുസ്ലിങ്ങൾക്ക് ചെയ്യില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു കാര്യം പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ലീഗിൻ്റെ അണികളോട് എനിക്ക് പറയാനുള്ളത്, ഈ പാർട്ടിയിൽ നമ്മളെ നേതാക്കന്മാരുണ്ടല്ലോ ഇപ്പോഴത്തെ, ഇവർ എങ്ങനെ നിലനിൽക്കണമെന്ന് നമ്മൾ ഭാവിയിൽ ഇനി വരുന്ന ഇലക്ഷനിൽ എല്ലാ മുസ്ലിം ലീഗിൻ്റെ അണികളും ശരിക്കും ചിന്തിച്ചിട്ട് പോകണം വോട്ട് ചെയ്യാൻ. നമ്മൾ ഈ നേതാക്കന്മാർ പോകണോ, അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ 1948 ലീഗിന് രൂപീകരണമാക്കിയ സന്ദർഭത്തിൽ ആ നേതാക്കന്മാർ എന്തിൻ്റെ ഉദ്ദേശത്തോടെയാണ് ഈ ലീഗിനുണ്ടാക്കിയത്, ആ വഴിയിലാണ് ഇപ്പോഴത്തെ ലീഗിൻ്റെ നേതാക്കന്മാർ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് അത്രയേ പറയാനുണ്ട്. കാരണം വെച്ചെങ്കിൽ നമ്മളിതിന് വെറുതെ കൈ കാട്ടുന്നത്, ഇവരെ കാല് പിടിക്കുന്നതിന് കോൺഗ്രസ്സുകാരെ ഒരു സീറ്റിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ ലീഗ് മാറിപ്പോണോ? അതിന് ഒന്നിനും മത്സരിക്കണ്ട. ഒരു 10 മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ MP ഇവിടെ നമുക്ക് വിജയിപ്പിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് അയക്കാം. ഈ കോൺഗ്രസിൻ്റെ MP എത്ര ഗുണം. ഇപ്പം ഇനിയാന്ന് മറ്റേ 29 ബഷീറൊക്കെ ഈ 2 ആഴ്ച അപ്പുറം ഈ രാമമന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രതിഷേധ യോഗം പാർലമെൻറ്റിൻ്റെ പുറത്ത് ഗാന്ധിജിയുടെ തിരി നടത്തുന്ന സമയത്ത് കോൺഗ്രസ് ഇറങ്ങിപ്പോയല്ലോ. അവർക്കിത് ബാധ്യമൊന്നുമില്ലേ? കാരണം അവർ തന്നെ അതല്ലേ ചെയ്യുന്നുള്ളത്. അവർ തന്നെയാണ് ഇതിൻ്റെ പൂർത്തീകരിക്കുന്നതൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ നേതാക്കന്മാർ പറയുന്നത്, നമ്മളെ മുൻകാലങ്ങളിൽ നമ്മൾ നേതാക്കന്മാരിട്ട ആശയങ്ങളെ നിങ്ങൾ തകർക്കുകയാണെങ്കിൽ ഭാവിയിൽ ലീഗിന് വലിയ ഭവിഷ്യത്തായിരിക്കും വരാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് തെറ്റുകുറ്റങ്ങളോട് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.